വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയിൽ ദുരൂഹത തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സെബിക്ക് കത്തയച്ചു. സർക്കാരിന്റെ ഒത്തുകളികളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് പ്രതിപക്ഷ തീരുമാനം. അദാനി കമ്പനിയുടെ നീക്കം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ആരോപിച്ചിട്ടുണ്ട്. വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഭാരവാഹികൾ KPCC അധ്യക്ഷന് കത്ത് നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും മുഖ്യമന്ത്രി ഒറ്റപ്പെടുന്നു. മറുഭാഗത്ത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടാൻ പൊതുസമൂഹത്തിന് മുൻപിൽ സജീവ ചർച്ചയാക്കി നിർത്താൻ പ്രതിപക്ഷവും മുന്നോട്ടിറങ്ങുകയാണ്. അപ്പോൾ വിഴിഞ്ഞം വലിയ വിവാദങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. നൃപൻ പറയും എന്തൊക്കെയാണ് വിഴിഞ്ഞത്തെ കഥകളെന്ന്. നൃപൻ, ഗുഡ് മോർണിംഗ്. നൃപൻ, ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം അത് വലിയ വിവാദങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം ആരും കണക്കിലെടുക്കുന്നില്ല എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷയത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ പോവുകയാണോ പ്രതിപക്ഷം? ആ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഈ വിഷയത്തെ സജീവ ചർച്ചയാക്കി നിർത്താനാണോ അവരുടെ അടുത്ത തീരുമാനം, നീക്കമെന്ന് പറയുന്നത്? വെരി ഗുഡ് മോർണിംഗ് മനു. നേരത്തെ തന്നെ വലിയ തരത്തിലെ ദുരൂഹത പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തു തന്നെ ഇക്കാര്യത്തിൽ വിമർശനമുണ്ട് എന്ന കാര്യം KPCC ജനറൽ സെക്രട്ടറിമാർ നൽകിയ കത്തടക്കമുള്ള കാര്യങ്ങൾ വിവാദമായിട്ടുണ്ട്. മാത്രമല്ല ദേശീയ ജനറൽ സെക്രട്ടറി, AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ ഇക്കാര്യത്തിൽ BJP അല്ലല്ലോ കേരളം ഭരിക്കുന്നത് എന്ന തരത്തിൽ പരോക്ഷമായി മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് എല്ലാ കോണുകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം വിഴിഞ്ഞത്തെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വരികയാണ്. അത് പ്രതിപക്ഷം വളരെ ശക്തമായി സഭയ്ക്കകത്ത് ആദ്യം ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷ MLA ആയിരുന്നു. രണ്ടാമത് സബ്മിഷനോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ സഭയിൽ ഈ വിഷയം കൊണ്ടുവന്നു. അപ്പോൾ താനൊന്നും അറിഞ്ഞില്ല എന്ന നിലയിൽ കൈമലർത്തുകയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തത്. മാത്രമല്ല ഇക്കാര്യത്തിൽ സർക്കാരിനെ അറിയിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള നിർദ്ദേശമോ അപേക്ഷയോ സർക്കാരിൻ്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള VD സതീശന് സഭയിൽ വ്യക്തമാക്കേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ തുറമുഖ വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് നിയമവും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പദവിയും കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VD സതീശനുമായി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ നാഴികക്കല്ലാകുന്ന വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിൽ അദാനി അനൗദ്യോഗികമായി പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന കാര്യം അത് അത്ര വിശ്വസനീയമായ അല്ല, നിഷ്കളങ്കമല്ല എന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അടക്കം പ്രധാനപ്പെട്ട നേതാക്കളടക്കം അത് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ദുരൂഹതയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ മുന്നോട്ട് വച്ചത്. അദ്ദേഹം അത് മാത്രമല്ല നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള തീരുമാനവും പ്രതിപക്ഷം കൈക്കൊണ്ടിട്ടുണ്ട്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഇത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നതാണ്. കാരണം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്, ഒപ്പം തന്നെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്, പൊതുഭരണം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തുറമുഖ വകുപ്പിലെ ഇത്തരം നിർണായകമായ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വിഴിഞ്ഞം പദ്ധതിയിൽ നടക്കുമ്പോൾ അറിയാതെ പോയി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് CPIMൻ്റെയും ഒപ്പം തന്നെയും പ്രതിപക്ഷത്തിൻ്റെയും കണക്കുകൂട്ടൽ. അതുകൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല സെബിക്ക് സെബി എന്ന് പറഞ്ഞാൽ 1991 ഇന്ത്യയിലെ നിലനിൽക്കുന്ന ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ഓഹരി വിപണിയും ഒപ്പം തന്നെ സ്വകാര്യ ധനകാര്യ വിപണിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകൃത സ്ഥാപനമാണ് സെബി. ആ സെബിയുടെ നിയന്ത്രണത്തിനനുസരിച്ച് അവരുടെ സെബി അതോറിറ്റിയുടെ നിയമപ്രകാരം, അതിൻ്റെ ചട്ടപ്രകാരമല്ല ഈ കരാറുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി സെബിയെ സമീപിച്ചത് എന്ന കാര്യം ആണ് പിണറായി വിജയൻ സെബിക്ക് നൽകിയ കത്തിൽ പരാതിയിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ 25% കൂടുതൽ ഓഹരി വിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ അദാനിയും സർക്കാരും ഉണ്ടായിട്ടുള്ള കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറിൻ്റെ വ്യവസ്ഥയിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ 25%-ലധികം വിൽപ്പന ഈ കമ്പനികളിൽ ആര് നടത്തിയിരുന്നാലും അത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് നൽകണമെന്നതാണ്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സെബിയുമായി ബന്ധപ്പെട്ട കരാറിൽ നൽകിയ അപേക്ഷയിൽ തന്നെ ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മാനദണ്ഡത്തിൽ വലിയ തരത്തിലെ പിശക് അദാനി കമ്പനി നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അദാനി കമ്പനിയോട് വിശദീകരണം തേടണം എന്ന് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം 2015 സെബി ലിഫ്റ്റിനിങ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് എന്ന ചട്ടപ്രകാരം 30 പ്രകാരം സെബിക്ക് നൽകിയ അപേക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അദാനിക്ക് ഓഹരി കൈമാറാൻ കഴിയില്ല. ഒറ്റയ്ക്കോ
കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും സെബിയുടെ ചട്ടപ്രകാരമല്ല ഓഹരിയിൽ ഈ കൈമാറ്റത്തെ സംബന്ധിച്ച് അപേക്ഷ പോലും അദാനി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അദാനി കമ്പനിയോട് വിശദീകരണം തേടണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി അയച്ച കത്തിൽ പറയുന്നത്. ഇത് സർക്കാർ ആവശ്യപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇക്കാര്യത്തിൽ ആശങ്ക മാത്രമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കമ്പനിയെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രി പദവിയിരിക്കുന്ന തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കമ്പനിയോട് ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം തേടേണ്ടതുണ്ട്. അത്തരം വിശദീകരണത്തിലേക്കും കർക്കശമായ നടപടിയിലേക്കും എന്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കടക്കുന്നില്ല? അതിലാണ് ദുരൂഹത പ്രതിപക്ഷം ആരോപിക്കുന്നത്. മനു നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് മെയ് മാസം 1-ാം തീയതി രാത്രിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ നിന്ന് അദാനി തന്നെ തയ്യാറാക്കി കൊടുത്ത പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം മംഗലാപുരത്തേക്ക് പോകുന്നു. അവിടെ BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ, NDA ഘടകകക്ഷി നേതാക്കളുടെ സാന്നിധ്യത്തിൽ അദാനിയുടെ ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കോൺഗ്രസ് പാർട്ടിയോ നയം പോലും തീരുമാനിക്കാത്ത, നയപരമായ അവരുടെ പ്രകടന പത്രികയിൽ പോലും പറയാത്ത പല കാര്യങ്ങളുടെയും വിഷൻ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ആ വിഷനിൽ ഈ പറയുന്ന വിഷൻ തുറമുഖ നഗരം പദ്ധതിയും ഏവിയേഷൻ ഹബ്ബും അടക്കമുള്ള പദ്ധതിയിൽ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് നൽകുന്നു. ഇങ്ങനെയുള്ള സ്വകാര്യവൽക്കരണത്തിൻ്റെ സമീപനങ്ങളും ഒക്കെ തന്നെ ഒരു വിഷനായി അവതരിപ്പിച്ചതും ഈ യാത്രയും അദാനിയുടെ ഓഹരി വിൽപ്പനയും ഒക്കെ തന്നെ കൂട്ടിവായിക്കേണ്ടതാണ് എന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല. ഈ ഒളിച്ചുകളി പുറത്തു കൊണ്ടുവരാനുള്ള നിയമപരവും രാഷ്ട്രീയപരമായ പോരാട്ടത്തിന് പ്രതിപക്ഷം നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ, ഞാൻ അതുകൂടി കൂട്ടിച്ചേർക്കേണ്ടതാണ്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ PM നിയാസ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ പരാതി നൽകി. അദ്ദേഹം പരസ്യമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിന് വേണ്ടി പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് UDF-നുള്ളിലും കോൺഗ്രസിനുള്ളിലും ഇത്തരം വിവാദങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതുകൊണ്ട് ഈ KPCC അടിയന്തര യോഗം വിളിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറിമാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിൽ പാർട്ടി ഹൈക്കമാൻഡിൻ്റെ കടുത്ത അതൃപ്തിയുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയതല്ലാതെ പരസ്യമായ പ്രതികരണം നൽകാതെ മൗനം പാലിക്കുന്നതിലും ദുരൂഹതയുണ്ട്. മനു. ഓക്കെ ദ്രവൻ, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു വശമുണ്ടല്ലോ. ഇപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് ഇപ്പോൾ കേരള സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ യാത്രാ വഴികൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ദ്രവൻ. സ്വാഭാവികമായും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള എംപവേർഡ് കമ്മിറ്റിയാണല്ലോ ഇനി ഈ കത്ത് പരിശോധിക്കേണ്ടത്. ഈ എംപവേർഡ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ചീഫ് സെക്രട്ടറി, അതിന്റെ കൺവീനർ എന്ന് പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ CEO, അതിനുശേഷം അതിലുള്ളത് തുറമുഖ വകുപ്പ് സെക്രട്ടറി, നിയമവകുപ്പ് സെക്രട്ടറി, ധനവകുപ്പ് സെക്രട്ടറി. നോക്കൂ ദ്രവൻ, ഈ കത്ത് എങ്ങനെയാണ് പോകുന്നത്? ആദ്യം തുറമുഖ വകുപ്പ് സെക്രട്ടറിയാണ് പരിശോധിക്കേണ്ടത്. തുറമുഖ വകുപ്പ് സെക്രട്ടറി പരിശോധിച്ച് ആ കത്ത് തുറമുഖ വകുപ്പ് മന്ത്രിക്ക് നൽകണം. തുറമുഖ വകുപ്പ് മന്ത്രി VD സതീശൻ. അതിനുശേഷം നിയമവകുപ്പ് പരിശോധിച്ച് നിയമവകുപ്പ് മന്ത്രിക്ക് നൽകണം. നിയമവകുപ്പ് മന്ത്രി VD സതീശൻ. അതിനുശേഷം ആ കത്ത് ധനവകുപ്പ് പരിശോധിച്ച് ധനമന്ത്രിക്ക് നൽകണം. ധനമന്ത്രി VD സതീശൻ. പിന്നീട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ. അതുമാത്രമല്ല, തുറമുഖ വകുപ്പിന്റെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും ഒറ്റയാളാണ്, രത്തൻ ഖേൽക്കർ. അപ്പോൾ ഈ കത്ത് സ്വാഭാവികമായും ഇത് പരിശോധിക്കപ്പെടുന്നത് VD സതീശന്റെ ആ ഒരു സർക്കിളിൽ മാത്രമാണ്. മറ്റാരും ഇതിന്റെ ഒരു പൂർണ്ണമായ വിവരവും അറിയാൻ പോകുന്നില്ല. തീർച്ചയായും കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വൈകിട്ട് തന്നെ പഴയ നിയമമന്ത്രിയായിട്ടുള്ള P രാജീവ് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സജീവമായി ഇതേ വിഷയം, മനു ചൂണ്ടിക്കാട്ടിയ വിഷയം ചർച്ച ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സ്റ്റോറിയിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇത് ഉൾപ്പെടുത്തിയിരുന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വകുപ്പുകളാണ്. നിയമ വകുപ്പ്, തുറമുഖ വകുപ്പ്, പൊതുഭരണം. ഇത് ഒന്നിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിമാർ, ധനവകുപ്പ് മന്ത്രി അടക്കമുള്ള ഒന്നിച്ച് ഒരേ വകുപ്പ് മന്ത്രിമാർ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു രീതി കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഇല്ല. ഒപ്പം തന്നെ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ പിടിവാശി മുഖ്യമന്ത്രി നടത്തി? നിയമവകുപ്പും ഒപ്പം തന്നെ തുറമുഖ വകുപ്പും ധനവും മുഖ്യമന്ത്രി തന്നെ എന്തുകൊണ്ട് കൈയാളുന്നു? അത് സംബന്ധിച്ച് നേരത്തെ തന്നെ മംഗലാപുരത്ത് യാത്രയുമായി ബന്ധപ്പെട്ട ആ ഒരു യാത്രയുടെ ദുരൂഹതയുമായി കൂട്ടി വായിക്കേണ്ടത് എല്ലാ പ്ലാനും
ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഗൂഢാലോചന നടന്നത് അവിടെയാണ്. ഇത് സംബന്ധിച്ച് ഘടകകക്ഷികളെയും ഒപ്പം തന്നെ തെരുവിലിറങ്ങിയ പ്രക്ഷോഭവും മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശൻ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ അണിയറ ഒരുക്കങ്ങൾക്ക് വേണ്ടി ചില മാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയ അടക്കം നടത്തിയ വലിയ തരത്തിൽ പ്രചരണങ്ങൾക്ക് പിന്നിലൊക്കെ തന്നെ നേരത്തെ തന്നെ ആസൂത്രിതമായ നീക്കമുണ്ടായിരുന്നു എന്ന സൂചന AICCയുടെ നേതൃത്വത്തിന് പ്രത്യേകിച്ച് KC വേണുഗോപാൽ ലഭിച്ചിട്ടുണ്ട്. അതിനൊരു സൂചന കൂടി മനു നോക്ക് പറഞ്ഞു പോവാം. നേരത്തെ തന്നെ അദാനി പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച റജികുമാറിനൊപ്പമുള്ള യാത്ര മാധ്യമങ്ങളല്ല ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കർണാടകയിൽ നിന്ന് കോൺഗ്രസിനാണ് ഈ വിവരം ലഭിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു യാത്ര കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ രഹസ്യമായി NDA നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച ഈ മംഗലാപുരത്ത് ഉള്ളേളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ അവിടുത്തെ മുൻ MLAയുമായും ഒരു സിറ്റിംഗ് MLAയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം DK ശിവകുമാറിനാണ് ഈ വിവരം ലഭിക്കുന്നത്. അത് AICC നേതൃത്വത്തിന് ലഭിക്കുകയായിരുന്നു. അതിനുശേഷം ആ വിഷ്വൽ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പല സോഷ്യൽ മീഡിയയിലെ പേജുകൾ വഴി മാധ്യമങ്ങൾക്ക് അത് ചോർന്ന് കിട്ടുകയും വൈകിട്ടോടു കൂടിയാണ് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. മനുവിന് തന്നെ ഓർമ്മയുണ്ടാവും, അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഈ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ഫലത്തിൻ്റെ സൂചനകൾ നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ബുള്ളറ്റിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ വാർത്ത ലഭിക്കുന്നത്. ആ വാർത്ത ചോർന്നു കിട്ടിയ സ്ഥലത്തിൽ നിന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ AICC ഹൈക്കമാൻഡിനും ഇത്തരം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത്തരത്തിൽ എന്തുകൊണ്ട് രക്തൻ കേൽക്കർ തന്നെ പഴയ തുറമുഖ വകുപ്പ് സെക്രട്ടറി അതേ പദവി വഹിക്കുന്ന ആൾ തന്നെ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതല വഹിച്ചിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന കേരളത്തിൻ്റെ CEO ആയിരുന്ന രക്തൻ കേൽക്കർ തന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി വന്നത്? നേരത്തെ ഉണ്ടായിരുന്ന CMD വിഴിഞ്ഞത്തിൻ്റെ ഡയറക്ടറായിരുന്ന ഈ ദിവ്യ S അയ്യർ എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്? അവിടെ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ജെറോമിക്ക് എങ്ങനെയാണ് ആ പദവിയിലേക്ക് വരുന്നത്? നിയമ സെക്രട്ടറിയിലേക്ക് ഒരു കത്ത് വന്നാൽ അത് സ്വാഭാവികമായും പരിശോധിക്കേണ്ട ആളാരാണ്? തുറമുഖ വകുപ്പ് സെക്രട്ടറി പരിശോധിച്ചാൽ ആ കത്ത് ആർക്കാണ് ലഭിക്കുക? ഒപ്പം തന്നെ പൊതുഭരണം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കുക ധനകാര്യ സെക്രട്ടറി ആയിരിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രി വി ഡി സതീശനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗൂഢാലോചന സ്വാഭാവികമായി സംശയിക്കപ്പെടാം. ഒപ്പം തന്നെയാണ് ഈ ഓഹരി ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ രഹസ്യമായി സന്ദർശനത്തിൽ പോലും കൂടിക്കാഴ്ചയിൽ പോലും പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് സെബിക്ക് അദാനി ഗ്രൂപ്പ് ഇത്തരത്തിൽ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് 49% ഓഹരിയാണ് 13,000 കോടി രൂപയുടെ ഇടപാടാണ്. അങ്ങനെ ഒരു ഇടപാട് നടത്തുമ്പോൾ മുഖ്യ പാർട്ണറായിട്ടുള്ള സർക്കാരുമായി പ്രത്യേകിച്ച് കരാർ വ്യവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കരാറിൻ്റെ പട്ടികയിൽ ഏറ്റവും പറഞ്ഞ സെബിയുടെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനി അദാനിക്ക് ഇത് അറിയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ ഏകപക്ഷീയമായി എന്തുകൊണ്ട് അദാനിക്ക് ഇത് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി വി ഡി സതീശന് നേരത്തെ ഇത് അറിവുള്ളതാണ്. അത് സ്വാഭാവികമായി ഞെട്ടലുളവാക്കിയത് അത് നിയമസഭയിലേക്ക് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശക്തമായി ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അവിടെ വേറെ പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയുമായിരുന്നില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹം മറുപടി നൽകിയത് താൻ ഇത് അറിഞ്ഞിരുന്നില്ല, ഒരു തരത്തിലുള്ള ഫയലും തൻ്റെ മുന്നിൽ വന്നിട്ടില്ല, ഇത് വാർത്തകൾ മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിയുന്നത് എന്ന തരത്തിലാണ്. അത് നിഷ്കളങ്കമായ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി കോൺഗ്രസ് പാർട്ടിയോ ഹൈക്കമാൻഡ് പോലും കരുതുന്നില്ല. കാരണം അദാനിക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ സമരം നടത്തുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിക്കടക്കം അന്ന് ഉമ്മൻചാണ്ടി അദാനിയുമായി കരാറ് ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ ഒരു രാഷ്ട്രീയ ഒരു പ്രശ്നം കൂടിയായിരുന്നു അദാനിയുമായിട്ടുള്ള കരാർ. അന്ന് VS സുധീരനായിരുന്നു KPCC അധ്യക്ഷൻ. അദാനിയുമായി കരാർ ഒപ്പിട്ട വിവരം തിരുവനന്തപുരത്ത് കളക്ട്രേറ്റിന് മുന്നിൽ നിന്ന് VS സുധീരൻ ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയായിരുന്നു, അദാനിയുമായി കരാർ ഒപ്പിടാനുള്ള നടപടിയിലേക്ക് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോവുകയാണല്ലോ, എന്താണ് അങ്ങയുടെ പ്രതികരണം ചോദിച്ചപ്പോൾ VS സുധീരൻ പെട്ടെന്ന് ചോദിച്ചത് കരാർ ഒപ്പിട്ടോ എന്നായിരുന്നു. അപ്പം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്നാണ് അന്നത്തെ KPCC അധ്യക്ഷൻ ഇങ്ങനൊരു കരാറിനെക്കുറിച്ച് അറിയുന്നത്. അന്ന് തന്നെ സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ കടുത്ത അതിർത്തി ഉമ്മൻചാണ്ടിയെ അറിയിച്ചു. അത് ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡുമായി എല്ലാ കാലത്തും ഉമ്മൻചാണ്ടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടന്നിരുന്ന കാലത്ത് നിന്ന് ഹൈക്കമാൻഡും ഉമ്മൻചാണ്ടിയും തമ്മിൽ പൂർണ്ണമായി, അതായത് സോണിയാഗാന്ധിയുടെ ഗുഡ് ബുക്കിൽ നിന്ന് ഉമ്മൻചാണ്ടി പോകുന്നത് ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടിയിലാണ്. അങ്ങനെ ഇത്തരം കടുത്ത നിലപാടുള്ള ഹൈക്കമാൻഡിന്
അദ്ദേഹം ഹൈക്കമാൻഡിനെ കൂടി കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കരാറ് ഓഹരി വിറ്റഴിക്കലുമായി ബന്ധപ്പെട്ട വി.ഡി. സതീശൻ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മറച്ചു വച്ചു എന്ന തരത്തിലുള്ള ദുരൂഹത കൂടി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യും. സ്വാഭാവികമായി KPCC യോഗത്തിലും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും മുതിർന്ന നേതാക്കളടക്കം ഇത് ഉന്നയിക്കാനാണ് സാധ്യത. കാരണം VS സുധീരൻ പോലെയുള്ള നേതാക്കൾ അന്ന് തന്നെ കടുത്ത എതിർപ്പ് ഹൈക്കമാൻഡിനെ അറിയിച്ച നേതാവാണ്. അദ്ദേഹം അടക്കം രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും KPCC യോഗത്തിലും മുൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ പങ്കെടുക്കും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ V.D. സതീശന് പാർട്ടിയിൽ എങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, ജനങ്ങളെ എങ്ങനെ നേരിടാൻ കഴിയും, നിയമപ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന നിയമപ്രശ്നങ്ങൾ സിബിക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതി അടക്കം വരും ദിവസങ്ങളിൽ ചർച്ചയാവുന്ന കാര്യം ഉറപ്പാണ്. മനു. ശരി, ഓക്കെ, താങ്ക് യു നിർമ്മൻ. നിർമ്മനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഇടപാടുകളാണ് നടന്നത് എന്ന സംശയം ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.